പലരും പറയുന്നതാണ് എനിക്ക് ഡിപ്രഷനാണെന്ന് ഇങ്ങനെ പറയാറുണ്ട്. ശരിക്കും ഡിപ്രഷനൊന്നും ഇല്ലെങ്കിലും ഡിപ്രഷൻ എന്ന് പറയുന്ന സാധാരണഗതിയിൽ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഡിപ്രഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള 5 ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നിരന്തരം പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു കാര്യം, വളരെ ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പലതും ഇപ്പോൾ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതെയും അത് ചെയ്യാതിരിക്കാനും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തതുപോലെ, നിങ്ങൾ സാധാരണയിൽ കവിഞ്ഞ് തീരെ ഉറക്കമില്ലാതിരിക്കുകയും എന്നിട്ട് പകലൊക്കെ ഭയങ്കര ക്ഷീണം ഉണ്ടാവുക, അല്ലെങ്കിൽ കുറേ സമയം ഉറങ്ങുക, 10 മണിക്കൂർ 12 14 മണിക്കൂർ ഉറങ്ങും, എന്നിട്ടും ക്ഷീണം അനുഭവിക്കും. മീൻസ് ഉറക്കം കൂടിയാലും ഉറക്കം കുറഞ്ഞാലും അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തത്, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തെറ്റുകളൊക്കെ സംഭവിക്കും. പക്ഷേ എന്ത് ചെറിയ തെറ്റ് സംഭവിച്ചാലും അവനവന് പറ്റുന്ന തെറ്റ് ഭയങ്കര പർവ്വതീകരിച്ച് മനസ്സിൽ കാണുകയും സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ഞാൻ കൊള്ളില്ല എന്നുള്ള ഫീലിംഗ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴൊന്ന് സൂക്ഷിക്കുക. നാലാമത്തത്, എല്ലാ കാര്യത്തിലും മടി എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർക്കൊക്കെ മടിയുണ്ടാവും. പക്ഷേ ഇതല്ല, വളരെ നിസ്സാരമായ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പല്ല് തേക്കാൻ മടി, ഉറങ്ങി എഴുന്നേക്കാൻ മടി, കുളിക്കാൻ മടി, ചായ കുടിക്കാൻ മടി, എന്ത് ചോദിച്ചാലും അതിനൊക്കെ മടി, ഭയങ്കരമായ മടി, ലേസിനെസ് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങോട്ടെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും, സാധാരണ ഇതിൽ 20-25 മിനിറ്റ് വരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ഒരു ആരോഗ്യവാനായ ഒരു ഹെൽത്തി മൈൻഡുള്ള ഒരാൾക്കെന്നാണ്. അതിനുപോലെ ഒരു മിനിറ്റ് പോലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനോ, ഒരു മിനിറ്റ് ഒരാൾ സംസാരിക്കുന്നത് മുഴുവൻ കേട്ടിരിക്കാനോ, ഒരു മിനിറ്റ് ഒരു പാരഗ്രാഫ് മുഴുവൻ വായിച്ചിരിക്കാനോ പോലും പറ്റാത്ത അത്രയും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെങ്കിലും സൂക്ഷിക്കുക. ഇതൊക്കെ പൊതുവെ ഡിപ്രഷൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോൾ ഉടനെ ഡിപ്രഷൻ ഉണ്ടെന്ന് തീരുമാനിക്കേണ്ട. ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ്റെ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ, ഒരു കൗൺസിലറെ, ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. സൈക്കോളജിസ്റ്റിനെ കാണുക, സൈക്യാട്രിസ്റ്റിനെ കാണുക എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവണതയായിട്ടോ ഇനി അല്ലെങ്കിൽ അങ്ങനെ കാണുന്നത് ഒരു മോശമായിട്ടോ കാണേണ്ട കാര്യമില്ല. ശരീരത്തിന് അസുഖമുണ്ടായിട്ട് കാണിക്കുന്ന അതേപോലെ തന്നെയാണ് മനസ്സിന് അസുഖം ഉണ്ടാകുമ്പോഴും കാണിക്കുന്നത്. അതിനെപ്പറ്റി ഒരു എക്സ്പേർട്ടിനെ തന്നെ കാണണം എന്നുള്ളതാണ്. ബി പ്രാക്ടിക്കൽ യുവർ ലൈഫ്.